ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്യൂവൽസ് എന്താണെന്നും ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ എന്താണെന്നൊക്കെ പഠിച്ചിരുന്നു. ഇനി ഫ്യൂവൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫ്യൂവൽസിന്റെ ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒക്കുറൻസിന്റെ ബേസിസിലാണ്. അതായത് എവിടെ കാണപ്പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഫ്യൂവൽസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഫ്യൂവൽസ്, രണ്ടാമത്തെ സെക്കൻഡറി ഫ്യൂവൽസ്. പ്രൈമറി ഫ്യൂവൽസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നാച്ചുറൽ ഫ്യൂവൽസ്. സെക്കൻഡറി ഫ്യൂവൽസിനെ പറയുന്ന മറ്റൊരു പേരാണ് ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽ ബേസ്ഡ് ഓൺ ദെയർ ഒക്കുറൻസ്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദേ ആർ പ്രൈമറി ഫ്യൂവൽസ് ആൻഡ് സെക്കൻഡറി ഫ്യൂവൽസ്. പ്രൈമറി ഫ്യൂവൽസ് ഈസ് ആൾസോ നോൺ ആസ് നാച്ചുറൽ ഫ്യൂവൽസ്. അതായത് നേച്ചറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഫ്യൂവൽസിന് പറയുന്ന പേരാണ് പ്രൈമറി ഫ്യൂവൽസ് അഥവാ നാച്ചുറൽ ഫ്യൂവൽസ്. ഏതൊക്കെയാണത്? വുഡ്, ചാർക്കോൾ, പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിൽ. ഇതൊക്കെ എന്താണ്? നേച്ചറിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം നാച്ചുറൽ ഫ്യൂവൽസ് ആണ്. അല്ലെങ്കിൽ അതിനെ തന്നെ പ്രൈമറി ഫ്യൂവൽസ് എന്നും പറയാം. രണ്ടാമതായിട്ട് പറയുന്നത് സെക്കൻഡറി ഫ്യൂവൽസ്. സെക്കൻഡറി ഫ്യൂവൽസിന്റെ മറ്റൊരു പേരാണ് ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ്. അതായത് നാച്ചുറൽ ഫ്യൂവൽസിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഫ്യൂവൽസ് ആണ് സെക്കൻഡറി ഫ്യൂവൽസ്. മാൻ മെയ്ഡ് ആണ്. അതായത് ഇപ്പോൾ പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പെട്രോള്, ഡീസൽ, കെറോസിൻ തുടങ്ങിയത്. ഇതെല്ലാം സെക്കൻഡറി ഫ്യൂവൽസ് ആണ് അഥവാ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒക്കുറൻസ്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നാച്ചുറൽ ഫ്യൂവൽസ്, അതിന്റെ മറ്റൊരു പേരാണ് പ്രൈമറി ഫ്യൂവൽസ്. എന്താ നാച്ചുറൽ ഫ്യൂവൽസ് അഥവാ പ്രൈമറി ഫ്യൂവൽസിന്റെ പ്രത്യേകത? ദേ ആർ ഡയറക്ട്ലി ഒബ്റ്റെയിൻഡ് ഫ്രം ദ നേച്ചർ. Directly obtained from nature. Examples: wood, charcoal, കൽക്കരി, പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്നും പറയാം. പെട്രോളിയത്തിന് പറയുന്ന പേരാണ് ക്രൂഡ് ഓയിൽ. ഇതെല്ലാം ഖനനം ചെയ്തെടുക്കുന്നതാണ്. പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിൽ ഖനനം ചെയ്തെടുക്കുന്നതാണ്. ഇതെല്ലാം നേച്ചറിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പായിട്ട് പറഞ്ഞത് ഏതാണ്? ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് or secondary fuels. Artificial fuels or secondary fuels. They are derived from natural fuels. നാച്ചുറൽ ഫ്യൂവൽസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫ്യൂവൽസ് ആണ് സെക്കൻഡറി ഫ്യൂവൽസ് അഥവാ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പെട്രോള്, ഡീസൽ, കെറോസിൻ തുടങ്ങിയവ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾസ് ഫോർ ആർട്ടിഫിഷ്യൽ അഥവാ സെക്കൻഡറി ഫ്യൂവൽസ്: പെട്രോൾ, ഡീസൽ, kerosene, etc. സെക്കൻഡറി ഫ്യൂവൽസിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ഓർ സെക്കൻഡറി ഫ്യൂവൽസ് ആർ ഡിറൈവ്ഡ് ഫ്രം നാച്ചുറൽ ഫ്യൂവൽസ്. എക്സാമ്പിൾസ് ആർ പെട്രോൾ, ഡീസൽ, കെറോസിൻ എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള 3 ഫിസിക്കൽ സ്റ്റേറ്റുകളാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ ഫ്യൂവൽസിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ്, ഗ്യാഷ്യസ് ഫ്യൂവൽസ്. അതിന് ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. അതിന്റെ കമ്പാരിസൺ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നിനും എക്സാമ്പിൾസും പഠിക്കണം. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്യൂവൽസ് ആണ്. Based on physical state, fuels are classified into 3 types:
ദേ ആർ സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ് ആൻഡ് ഗാഷ്യസ് ഫ്യൂവൽസ്. ഇനി അതിന്റെ കമ്പാരിസന്റെ രൂപത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. Classification based on physical state. മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സോളിഡ് ഫ്യൂവൽ, സെക്കൻഡ് ലിക്വിഡ് ഫ്യൂവൽസ്, തേർഡ് gaseous fuels. അപ്പോൾ കമ്പാരിസന്റെ രൂപത്തിൽ നമ്മൾ പറയാണ് സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ്, gaseous ഫ്യൂവൽസ്. സോളിഡ് ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ചീപ്പാണ്, വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും സോളിഡ് ഫ്യൂവൽസ്. എന്നാൽ ലിക്വിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. gaseous ഫ്യൂവൽസ് ആണെങ്കിൽ ലിക്വിഡ് ഫ്യൂവലിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ്ലി ആണ്. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കമ്പാരിസൺ. ഫസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ്? അവയുടെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ കോസ്റ്റ്, ഈസിലി അവൈലബിൾ ആണ് സോളിഡ് ഫ്യൂവൽസ്, അതുപോലെ തന്നെ കോസ്റ്റ് വളരെ കുറവാണ്. ലിക്വിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ സോളിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് ഉണ്ട്. ഏറ്റവും കോസ്റ്റ്ലി ആണ് gaseous ഫ്യൂവൽസ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ്, ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം, they are easily available. They are easily available. And cheap. റേറ്റ് പൊതുവെ കുറവാണ്. ഈസിലി അവൈലബിൾ ആൻഡ് ചീപ്പ്. ലിക്വിഡ് ഫ്യൂവൽസ് ആർ കോസ്റ്റ്ലി. ലിക്വിഡ് ഫ്യൂവൽസ് ആർ കോസ്റ്റ്ലി. ലിക്വിഡ് ഫ്യൂവൽസ് എന്ന് പറയുന്നത് സോളിഡ് ഫ്യൂവൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ gaseous ഫ്യൂവൽസും എക്സെപ്റ്റ് നാച്ചുറൽ ഗ്യാസ്, എക്സെപ്റ്റ് നാച്ചുറൽ ഗ്യാസ്, all other gases are costly. Except natural gas, all other gases are costly. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ, സോളിഡ് ഫ്യൂവൽസ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എക്സ്പ്ലോഷനുള്ള സാധ്യതകൾ കുറവാണ്. ലേബർ ചാർജ് കൂടും, അതായത് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ചാർജ് കൂടും. പക്ഷേ അതിൻ്റെ എക്സ്പ്ലോഷനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മളത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും എക്സ്പ്ലോഷൻ നടക്കില്ല. എന്നാൽ ലിക്വിഡ് ഫ്യൂവൽസോ ഗ്യാസ് ഫ്യൂവൽസോ ആണെങ്കിൽ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ടാങ്കിൽ തന്നെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പ്ലോഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് handling are convenient. Without any explosion. ഒരിക്കലും എക്സ്പ്ലോഷനുള്ള സാധ്യത ഉണ്ടാവില്ല. നമ്മൾ കൊണ്ടുപോകുമ്പോഴോ ഹാൻഡിൽ ചെയ്യുമ്പോഴോ എക്സ്പ്ലോഷൻ നടക്കാനുള്ള സാധ്യത തീരെ ഇല്ല ഇതിന്, സോളിഡ് ഫ്യൂവൽസ്. പക്ഷേ ലിക്വിഡ് ഫ്യൂവൽസും gaseous ഫ്യൂവൽസും ആണെന്നുണ്ടെങ്കിൽ ലീക്ക് പ്രൂഫ് ടാങ്കിൽ തന്നെ നമ്മളത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ലിക്വിഡ് ഫ്യൂവൽസിനാണെങ്കിൽ കെയർ മസ്റ്റ് ബി ടേക്കൺ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. During transportation. gaseous fuels ആണെങ്കിലും സിമിലർ തന്നെയാണ്. ലീക്ക് പ്രൂഫ് ടാങ്കിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. stored in leak proof tank. Care must be taken.
രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സോളിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ ലേബർ ചാർജ് മാത്രമേ ഉള്ളൂ, എക്സ്പ്ലോഷനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ലിക്വിഡ് ഫ്യൂവൽസും അതുപോലെ തന്നെ ഗ്യാഷ്യസ് ഫ്യൂവൽസും ആണെങ്കിൽ ലീക്ക് പ്രൂഫ് ടാങ്കുകളിലും പൈപ്പുകളിലൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഹാൻഡ്ലിംഗ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ എക്സ്പ്ലോഷന് കാരണമാവും. അപ്പോൾ 2 പോയിന്റായി. ഇനി മൂന്നാമത് പറയുന്നത് ഇതിന്റെ കലോറിഫിക് വാല്യൂസിന്റെ കമ്പാരിസൺ ആണ്. സോളിഡ് ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ് ലിക്വിഡ് ഫ്യൂവൽസിനെയും ഗ്യാഷ്യസ് ഫ്യൂവൽസിനെയും കമ്പയർ ചെയ്യുമ്പോൾ. ലിക്വിഡ് ഫ്യൂവൽസിന് സോളിഡ് ഫ്യൂവൽസിനേക്കാൾ കൂടുതലാണ് കലോറിഫിക് വാല്യൂ. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഗ്യാഷ്യസ് ഫ്യൂവൽസിനാണ്. അപ്പോൾ ഏറ്റവും കുറവാണ് സോളിഡ് ഫ്യൂവൽസിന്, രണ്ടിനും ഇടയ്ക്കാണ് ലിക്വിഡ് ഫ്യൂവൽസിന്, ഏറ്റവും കൂടുതലാണ് ഗ്യാഷ്യസ് ഫ്യൂവൽസിന്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. Calorific value is low. Calorific value is higher. ഇവിടെ calorific value is highest, ഏറ്റവും കൂടുതലാണ്. Calorific value is highest. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് കലോറിഫിക് വാല്യൂവിന്റെ കമ്പാരിസൺ ആണ്. ഏറ്റവും കുറവാണ് സോളിഡ് ഫ്യൂവൽസിന്, ലിക്വിഡ് ഫ്യൂവൽസിന് ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആണ്, ഗ്യാഷ്യസ് ഫ്യൂവൽസിനാണ് ഏറ്റവും കൂടുതൽ. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുമ്പോൾ, കത്തുമ്പോൾ ഉണ്ടാവുന്ന സ്മോക്ക് ആൻഡ് ആഷ്, അതിനെ പറ്റിയിട്ടാണ്. അതായത് സോളിഡ് ഫ്യൂവൽസ് ആണ് ബേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്മോക്കും ആഷും ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ലിക്വിഡ് ഫ്യൂവൽസ് ആണെന്നുണ്ടെങ്കിൽ ആഷ് തീരെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാർബൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ സ്മോക്കിനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആണെങ്കിൽ ആഷോ സ്മോക്കോ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നാലാമതായി പറയുന്ന പോയിന്റ് സ്മോക്ക് ആൻഡ് ആഷ് പ്രൊഡക്ഷൻ ആണ്. സ്മോക്ക് ആൻഡ് ആഷ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇവിടെയാണെങ്കിൽ no ash is produced. Carbon content may lead to smoke. Carbon content ഉണ്ടെങ്കിൽ smoke ഉണ്ടാവും. May lead to smoke. Neither ash nor smoke is produced. ആഷും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സ്മോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. Neither ash nor smoke is produced. അപ്പോൾ ഇതാണ് നാലാമത്തെ പോയിന്റ്. ഇനി പറയുന്നത് ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. എന്താണ് സോളിഡ് ഫ്യൂവൽസിനുള്ള എക്സാമ്പിൾസ്? വുഡ്, ചാർക്കോൾ ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. സോളിഡ് ഫ്യൂവൽസിനുള്ള എക്സാമ്പിൾ ആണ്. ലിക്വിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? പെട്രോൾ, ഡീസൽ, കെറോസിൻ എക്സെട്ര. ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആണെങ്കിൽ നാച്ചുറൽ ഗ്യാസ്, LPG, ഹൈഡ്രജൻ, ഇതൊക്കെ എന്താണ്? ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആണ്. അപ്പോൾ ഇതാണ് കമ്പാരിസൺ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദിയർ ഒക്കറൻസ്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്രൈമറി ഫ്യൂവൽസ് ആൻഡ് സെക്കൻഡറി ഫ്യൂവൽസ്. പ്രൈമറി ഫ്യൂവൽസ് ഈസ് ആൾസോ നോൺ ആസ് നാച്ചുറൽ ഫ്യൂവൽസ്. സെക്കൻഡറി ഫ്യൂവൽസ് ഈസ് ഓൾസോ നോൺ ആസ് ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ്. രണ്ടിനുള്ള എക്സാമ്പിൾസ് നോക്കി വയ്ക്കുക. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്യൂവൽസ്. ഫ്യൂവൽസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദേ ആർ സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ് ആൻഡ് ഗ്യാഷ്യസ് ഫ്യൂവൽസ്. ആ 4 ഡിഫറൻസ് അതുപോലെ തന്നെ അതിനുള്ള എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ക്രാക്കിംഗ്. നമുക്കറിയാം പെട്രോൾ, ഡീസൽ, കെറോസിൻ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത് ഒരു ബിഗർ ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആൻഡ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഈ ബിഗർ ഹൈഡ്രോ കാർബൺസിനെ ലോവർ
ഹൈഡ്രോ കാർബൺസ് ആയി ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രാക്കിംഗ്. അതായത് ബിഗർ ഹൈഡ്രോ കാർബൺസിനെ ചെറിയ ചെറിയ ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുന്ന സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രാക്കിംഗ്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ബിഗർ ഹൈഡ്രോകാർബൺസ് ഇൻടു ലോവർ ഹൈഡ്രോകാർബൺസ് ഈസ് നോൺ ആസ് ക്രാക്കിംഗ്. അതുകൊണ്ട് തന്നെ ക്രാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡാണ്. കാരണം നമുക്ക് പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, കെറോസിൻ ഇതൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ ക്രാക്കിംഗ്, റിഫൈനിങ് പോലുള്ള പ്രോസസ്സ് വേണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്രാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ബിഗർ ഹൈഡ്രോ കാർബൺസിനെ ലോവർ ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുന്ന, ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രാക്കിംഗ്. ഇത് രണ്ട് തരത്തിലാണ് നടത്തുന്നത്. ഒന്ന് തെർമൽ ക്രാക്കിംഗ്, ആ പേര് പോലെ തന്നെ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടാണ് ക്രാക്കിംഗ് നടത്തുന്നത്, അതാണ് തെർമൽ ക്രാക്കിംഗ്. രണ്ടാമത്തെ മെത്തേഡാണ് കാറ്റലിറ്റിക് ക്രാക്കിംഗ്, അതായത് ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്രാക്കിംഗ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കാറ്റലിറ്റിക് ക്രാക്കിംഗ്. അപ്പോൾ എന്താണ് ക്രാക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇതിന്റെ ഡെഫിനേഷൻ എഴുതാം, എന്നിട്ട് അതിന്റെ രണ്ട് ടൈപ്പ് ക്രാക്കിംഗ് ഏതാണെന്നും അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാനുണ്ട്. ക്രാക്കിംഗ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് breaking up of less volatile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഷ്പമായി മാറാം. ബിഗർ ഹൈഡ്രോ കാർബൺസിന്റെ പ്രത്യേകത അത് ലെസ് വോളറ്റൈൽ ആണ്, പെട്ടെന്ന് വേപ്പറായി മാറാത്തവരാണ്. ലെസ് വോളറ്റൈൽ ബിഗർ ഹൈഡ്രോ കാർബൺസ് into more volatile lower molecules of hydrocarbons. ആ സ്പ്ലിറ്റിങ്ങിന് പറയുന്ന പേരാണ് ക്രാക്കിംഗ്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്പ്, രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ thermal cracking and the second one catalytic cracking. Thermal cracking and catalytic cracking അങ്ങനെ രണ്ട് ടൈപ്പാണ് ക്രാക്കിംഗ് ഉള്ളത്. അപ്പോൾ എന്താണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗർ ഹൈഡ്രോ കാർബണിനെ, അതായത് ബിഗർ ഹൈഡ്രോ കാർബണിന്റെ പ്രത്യേകത അതിന് ലെസ് വോളറ്റൈൽ പ്രോപ്പർട്ടിയാണ്, പെട്ടെന്ന് ബാഷ്പമാവാത്തതാണ്. അത് എന്താക്കിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നത്? ലോവർ മോളിക്യൂൾ ഓഫ് ഹൈഡ്രോ കാർബൺ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ആ ബ്രേക്കിംഗ് അപ്പ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രാക്കിംഗ്. അത് രണ്ട് തരത്തിലാണ് നടത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് തെർമൽ ക്രാക്കിംഗ്, സെക്കൻഡ് വൺ ഈസ് കാറ്റലിറ്റിക് ക്രാക്കിംഗ്. ഇനി അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. തെർമൽ ക്രാക്കിംഗ് ആണ് ആദ്യം പറയുന്നത്. Bigger hydrocarbon is heated at a high temperature എന്ന് പറയുന്നത് above 770 Kelvin ആണ്, ഏതാണ്ട് 770 കെൽവിന് മുകളിൽ. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. To form lower hydrocarbons. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കൊടുത്ത് ഒരു ബിഗർ മോളിക്യൂൾ ഓഫ് ഹൈഡ്രോകാർബണിനെ സ്മോളർ മോളിക്യൂൾ ഓഫ് ഹൈഡ്രോകാർബൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്.
പിന്നെ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്താണ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതൊന്നും മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ടെമ്പറേച്ചറിനും പ്രഷറിനും അനുസരിച്ച് റാൻഡം ആയിട്ടാണ് ബ്രേക്കേജ് നടക്കുക. അതായത് നമ്മൾ ചിലപ്പോൾ സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും രണ്ട് ടൈപ്പ് റിയാക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. ഒരേ ഹൈഡ്രോ കാർബണിനെ തന്നെ രണ്ട് സ്ഥലത്ത് വെച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും ചിലപ്പോൾ ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആണെന്നില്ല. റാൻഡം ആയിട്ടാണ് അതിന്റെ ക്ലീവേജ് അല്ലെങ്കിൽ റാൻഡം ആയിട്ടാണ് അതിന്റെ ബ്രേക്കിംഗ് അപ്പ് നടക്കുക. അപ്പൊ അതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത. റാൻഡം ക്ലീവേജ് occurs during thermal cracking. അപ്പോൾ എന്താണ് thermal cracking? Bigger hydrocarbon is heated at a high temperature, that is above 770 Kelvin, and high pressure to form lower hydrocarbons. ഈ ഒരു പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? റാൻഡം ക്ലീവേജ് occurs during thermal cracking. ഇതാണ് thermal cracking എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളതാണ് catalytic cracking. രണ്ടാമത്തെ പ്രോസസ്സാണ് കാറ്റലിറ്റിക് ക്രാക്കിംഗ്. ഇവിടെ ഹൈ ടെമ്പറേച്ചറിന്റെ ആവശ്യമില്ല, പകരം നമ്മളൊരു കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രാക്കിങ്ങിന്റെ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സിലിക്ക അലുമിന മിക്സ്ചർ ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ഇവിടെ മറ്റ് തെർമൽ ക്രാക്കിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എവിടെയാണ് ക്ലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാം. സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇതുവഴി കിട്ടുന്നത്. ഇപ്പോൾ കാറ്റലിറ്റിക് ക്രാക്കിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആവശ്യമില്ല. നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് ഈ റിയാക്ഷൻ നടത്താം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാറ്റലിസ്റ്റ്. പിന്നെ പറയുന്നത് എവിടെയാണ് ക്ലീവേജ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാം. നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ക്ലീവേജ് നമുക്ക് നടത്താം എന്നുള്ളതാണ് മറ്റൊരു ഈ ഒരു മെത്തേഡിന്റെ ഗുണം. കാറ്റലിറ്റിക് ക്രാക്കിംഗ് ഇൻ ദിസ് മെത്തേഡ് bigger hydrocarbon is heated at a lower temperature in presence of a catalyst. ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നമ്മളോട് ഹീറ്റ് ചെയ്യുന്നത്. The catalyst used is silica alumina mixture. Selective products are obtained by this method. ഇതാണ് കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സിലിക്ക അലുമിന മിക്സ്ചർ ആണ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. അതിന്റെ പ്രസൻസിൽ ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ ബിഗർ മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രോ കാർബൺസിനെ ചൂടാക്കുന്ന സമയത്ത് അത് ലോവർ മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രോ കാർബണായി സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രാക്കിംഗ് എന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നടത്തുന്നതാണ്? ബിഗർ ഹൈഡ്രോ കാർബൺസിനെ ലോവർ ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സാണ് ക്രാക്കിംഗ്. അത് രണ്ട് ടൈപ്പാണ് ഉള്ളത്, തെർമൽ ക്രാക്കിംഗ് ആൻഡ് കാറ്റലിറ്റിക് ക്രാക്കിംഗ്. ഇനി നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആണ്. നാച്ചുറൽ ഫ്യൂവൽസ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസ്, വാട്ടർ ഗ്യാസ്, LPG, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആണ്. ഇതിന് ഓരോന്നിൻ്റെയും കമ്പോണൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസിന്റെ മറ്റൊരു പേരാണ് ബ്ലൂ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചറിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. അതിനെ തന്നെയാണ് ബ്ലൂ ഗ്യാസ് എന്നും പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. ഒരു റെഡ് ഹോട്ട് കോളിലൂടെ, വളരെ ചൂടാക്കി നിർത്തിയിരിക്കുന്ന കൽക്കരിയിലൂടെ നമ്മൾ എയറും അതുപോലെ തന്നെ സ്റ്റീമും ആൾട്ടർനേറ്റ് ആയി പാസ് ചെയ്യാണ്. സ്റ്റീമും എയറും ആൾട്ടർനേറ്റ് ആയി പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്
കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചർ അഥവാ വാട്ടർ ഗ്യാസ്. അപ്പോൾ വാട്ടർ ഗ്യാസിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്? വാട്ടർ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നത് റെഡ് ഹോട്ട് കോളിലൂടെ സ്റ്റീമും അതുപോലെ തന്നെ എയറും ആൾട്ടർനേറ്റീവ് ആയിട്ട് പാസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വാട്ടർ ഗ്യാസ് അഥവാ ബ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമ്മൾ വാട്ടർ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ബ്ലൂ ഗ്യാസ്. അതിന് മറ്റൊരു പേരാണ് ബ്ലൂ ഗ്യാസ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ passing steam and air alternatively ഒന്നിടവിട്ട് through red hot coal. ഇനി അതിന്റെ റിയാക്ഷൻ എഴുതാം. റെഡ് ഹോട്ട് കോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എലമെന്റ് ഏതാണ്? കാർബൺ ആണ്. സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O, വാട്ടർ തന്നെയാണ്. അത് COയും H2O ആയിട്ട് മാറും. ഈ രണ്ടിന്റെയും കൂടെ മിക്സ്ചറിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് അഥവാ ബ്ലൂ ഗ്യാസ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാസസ് ഫ്യൂവൽസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വാട്ടർ ഗ്യാസ് ആണ്. വാട്ടർ ഗ്യാസിന്റെ മറ്റൊരു പേരാണ് ബ്ലൂ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചർ ആണ് വാട്ടർ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത്? റെഡ് ഹോട്ട് കോളിലൂടെ സ്റ്റീമും അതുപോലെ എയറും നമ്മൾ ആൾട്ടർനേറ്റീവായി പാസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മിക്സ്ചർ രൂപപ്പെടുന്നത്. അപ്പോൾ ഇത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ് പറയുന്നത്, ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്നാണ്. പ്രിപ്പയർഡ് ബൈ പാസിംഗ് എയർ. നേരത്തെ നമ്മൾ എയറും അതുപോലെ വാട്ടറും പാസ് ചെയ്തിരുന്നു. പാസിംഗ് എയർ ത്രൂ റെഡ് ഹോട്ട് കോൾ. എയർ ആണ് ഇവിടെ പാസ് ചെയ്യിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ് കിട്ടുന്നത്. ഇനി പറയുന്നത് മൂന്നാമത്തേതാണ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസിന്റെ ഒരു മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് മീഥേൻ ആണ്. ഇറ്റ് കണ്ടെയ്ൻ almost 71% methane and rest is hydrogen, ethane, etc. 71% എന്താണ്? മീഥേൻ ആണ്. ബാക്കി ഈഥേൻ, ഹൈഡ്രജൻ തുടങ്ങിയ മറ്റു വാതകങ്ങളാണ്. അതാണ് നാച്ചുറൽ ഗ്യാസ്. അതിന്റെ കമ്പോണന്റ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ പറയുന്നതാണ് LPG. LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് നോർമൽ ബ്യൂട്ടൈൻ ആണ്. മെയിൻ കമ്പോണന്റ് ഈസ് നോർമൽ ബ്യൂട്ടൈൻ. നോർമൽ ബ്യൂട്ടൈൻ ആണ് എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്മോൾ എമൗണ്ട് ഓഫ് ഈഥേനും പ്രൊപ്പൈനും ഒക്കെ കാണാം. ഈഥേൻ ആൻഡ് പ്രൊപ്പൈൻ. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസിയസ് ഫ്യൂവൽസ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഫ്യൂവൽസ് എന്നുള്ള സെക്ഷനിൽ പഠിക്കാനുള്ളത്.